ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ്. ഔറംഗാബാദിലെ ബീബി കാ മക്തബ കാണാൻ വന്നതാണ്. നമ്മുടെ താജ്മഹൽ പോലെ തന്നെ അതിൻ്റെ ഒരു മിനി പതിപ്പുണ്ട് ഇവിടെ. ആ കാഴ്ചകളാണ് ഇന്നെൻ്റെ വീഡിയോയിൽ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ബീബി കാ മക്തബേൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടർ കുറച്ച് ദൂരെയാണ്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു പോവുകയാണ്. എന്നിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ബീബി കാ മക്തബ കാണാൻ വേണ്ടിയിട്ട്. അതായത് താജ്മഹലിൻ്റെ മിനി പതിപ്പ്, ചെറിയ പതിപ്പ് എന്നല്ല, അതേ രീതിയിലാണ് ഇവിടെയും ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ അകത്തേക്ക് കയറാനുള്ള ടോക്കൺ എടുത്തു. ഇതാണ് ടോക്കൺ. ഇവിടെ കുറച്ച് ദൂരെയായിട്ടാണ് ഇതിൻ്റെ ടോക്കണൊക്കെ കൊടുക്കുന്ന സ്ഥലം. ഇവിടെയാണ്, ഈ കാണുന്നതാണ് ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലം. 25 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ ബാത്റൂമൊക്കെ നല്ല സൗകര്യത്തിലുള്ള ബാത്റൂമൊക്കെ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു അവർ കുറച്ച് ദൂരേക്ക് പിന്നെ ടിക്കറ്റ് കൗണ്ടറെല്ലാം വെച്ചിരിക്കുന്നത്. ഇവിടെ നല്ല സൗകര്യമായിട്ട് ബാത്റൂമും കാര്യങ്ങളും എല്ലാം വെച്ച് ടിക്കറ്റ് ഇവിടുന്ന് എടുത്ത് നമുക്ക് നല്ല സൗകര്യമായിട്ട് അതിനകത്തേക്ക് കയറിപ്പോകാനുള്ള സൗകര്യത്തിനായിരിക്കും. നല്ല നീറ്റായിട്ടാണ് അവിടുത്തെ ബാത്റൂമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മക്തബ കാണാൻ പോവുകയാണ്. ബീബി കാ മക്തബ അത് കാണാൻ പോവുകയാണ്. അതിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇനി റോഡ് മുറിച്ച് കിടക്കണം. റോഡ് മുറിച്ച് കിടന്ന അപ്പുറത്തേക്ക് ധാരാളം ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ വൈകുന്നേരമായി, ഈവനിങ് ആയി. എന്നാലും മഴയുള്ളത് കൊണ്ട് ഒരു മൂടിയ കാലാവസ്ഥയാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ ആൾക്കാർ കുറവൊന്നുമില്ല. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ടിക്കറ്റും എടുത്തിട്ട് ഇനി അവിടെ കൗണ്ടറിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം നേരെ ഗേറ്റിങ്ങിലാണ് പോയത്. ഗേറ്റിങ്ങിൽ പോയി കഴിഞ്ഞപ്പോൾ ആണ് ടിക്കറ്റ് കൗണ്ടറിൽ പിന്നെ ടോക്കൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇതെടുക്കാൻ വന്നത്. അതാണ് കുറച്ച് ദൂരേക്ക് നടന്നു വന്നത്. നമ്മളങ്ങനെ ബീബി കാ മക്തബക്ക് മുന്നിലേക്ക് പോവുകയാണ്. ബീബി കാ മക്തബേൻ്റെ മുന്നിലെ കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്യണം. ഇത് ഈ ഒരു കോയിനാണ്. ഈ കോയിൻ അവിടെ സ്കാൻ ചെയ്താൽ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാതിൽ തുറന്ന് കിട്ടുള്ളൂ. അത് തുറന്ന് നമ്മളകത്ത് കയറി ഇനി തിരിച്ചു പോകുമ്പോഴും നമ്മളിത് ചെയ്യേണ്ടി വരും. അതിനായിരിക്കും നമ്മളോട് ഇതവർ മേടിച്ച് വെച്ചില്ല. ഇതവർ മേടിച്ചിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബീബി കാ മക്തബേൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. താജ്മഹൽ തന്നെ, ഒരു മാറ്റമില്ല. അതേ രീതിയിലാണ് അതിൻ്റെ രൂപകൽപ്പന. അപ്പം അതൊന്ന് കണ്ടുപോകാം. ഇന്ത്യൻ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലെ ഒരു നഗരമാണ് ഔറംഗാബാദ് അഥവാ ഛത്രപതി സബാജി നഗർ. മഹാരാഷ്ട്ര മേഖലയിലെ ഏറ്റവും വലിയ നഗരവും ഔറംഗാബാദ് ജില്ലയുടെ തലസ്ഥാനവുമാണ് ഈ നഗരം. മഹാരാഷ്ട്രയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരങ്ങളിൽ 4ാമതാണ് ഔറംഗാബാദ്. പരുത്തി തുണിത്തരങ്ങളുടെയും സിൽക്ക് അലങ്കാര തുണിത്തരങ്ങളുടെയും പ്രധാന ഉൽപാദന കേന്ദ്രമായി നഗരം അറിയപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശവകുടീരമാണ് ബീബി കാ മക്ബാറ. മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ പുത്രൻ അസം ഷായുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നത്. ഔറംഗസീബിന്റെ ഭാര്യ ദുർഗാസ് ബാനു ബീഗത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ മക്ബാറ നിർമ്മിച്ചത്. ഇതിന്റെ താജ്മഹലുമായുള്ള സാദൃശ്യം എടുത്തു പറയേണ്ട സവിശേഷതയാണ്. നമ്മളിപ്പോൾ ദൂരെ നിന്നാണ് കണ്ടത്. നമുക്ക് മക്തബേൻ്റെ അടുത്ത് പോകാം. മക്തബേൻ്റെ അടുത്ത് പോയി അതിൻ്റെ ഉള്ളിലൊക്കെ കയറാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം, കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാം. ഔറംഗാബാദിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകം കൂടി ഇവിടെയുണ്ട്, എല്ലോറ ഗുഹകൾ. 5ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ നിർമ്മിച്ച ബുദ്ധ, ഹിന്ദു, ജൈന ഗുഹാക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. ഇതാണ് ഔറംഗാബാദിൻ്റെ സ്വന്തം താജ്മഹൽ. അടിപൊളിയല്ലേ, കാണാൻ നല്ല ഭംഗിയല്ലേ. എല്ലോറ ഗുഹാക്ഷേത്രങ്ങളുടെയും കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെയും വീഡിയോകൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ്. ഇതൊരു ശവകുടീരമാണെങ്കിൽ പോലും ധാരാളം സഞ്ചാരികൾ ഇതിൻ്റെ ശില്പഭംഗിയും ചാതുര്യവും നോക്കിക്കാണാൻ ഇവിടെ എത്തുന്നു. എല്ലോറ ഗുഹാക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്നവർ മിക്ക സഞ്ചാരികളും ഇവിടെയും സന്ദർശനം നടത്തിയാണ് മടങ്ങാറുള്ളത്. വളരെ ഭംഗിയായാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ ദൂരെ നിന്ന് തന്നെ ഒരു താജ്മഹലിൻ്റെ അതേ പകർപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്രയും മനോഹരമായ കാഴ്ചകളാണ്. ഇനി നമുക്ക് മക്തബേൻ്റെ മേൽവശത്തേക്ക് കയറിപ്പോകാം. എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഇത് കുറച്ച് ഹൈറ്റിലാണ് മക്ബാറ പണിത് വെച്ചിരിക്കുന്നത്. നമ്മൾ നടന്ന് വന്നിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. ഇതിനകത്തുകൂടെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് മുകളിലേക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. മുകളിലോട്ട് സ്റ്റെയർ കയറി പോകണം. സ്റ്റെയർ കയറി പോയിട്ടാണ് മക്തബേൻ്റെ മേൽഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലൊക്കെ നടന്ന് കാണാനും ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാം ഉള്ള സൗകര്യം ഇവിടെയാണ്. നല്ല
കാഴ്ചകൾ കാണാം. ഇവിടെ വന്ന് നമ്മൾ വന്ന വഴി നോക്കി അത്ര ദൂരത്ത് കണ്ടോ, വളരെ ദൂരത്തിലായിട്ടാണ് നടന്നു വന്ന വഴിയൊക്കെ കണ്ടോ. എൻ്റെ നടുക്കൂടെ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ വാട്ടർ ഫൗണ്ടൻ കാണുന്നില്ല, അത് ഇടുമായിരിക്കും, ഇപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല അടിപൊളി ഭംഗിയാണ്, നല്ല സീനറി കാണാനുണ്ട്. ഇതിൻ്റെ ഓരോ 4 തൂണുകൾ പിന്നെ 4 വശത്തായിട്ടുണ്ട്. ഏതാണ്ട് താജ്മഹലിൻ്റെ അതേ രീതിയിൽ തന്നെ ഇത് പണിത് വെച്ചിരിക്കുന്ന ഒരു മിനി പകർപ്പ് എന്ന് വേണം. ഔറംഗാബാദിൻ്റെ താജ്മഹൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇതിനകത്ത് കയറണം. അകത്ത് കയറിയിട്ടാണ് പിന്നെ ബീവിൻ്റെ മക്ബാര നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാട്ടോ. അതാകണ്ടോ, ആ ഒരു തൂണ് കാണുന്നുണ്ടോ, ഈ 4 വശത്തും തൂണുണ്ട്. അതിൻ്റെ ആ ഒരു വലിയ തൂണ് പോലുള്ള ആ ഭാഗങ്ങളാണ് കാണുന്നത്. ഇതിൻ്റെ ഓരോ ഭാഗത്തും പോയി നമുക്ക് ഓരോ സൈഡും സന്ദർശിച്ച്, അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഇതിന് ചുറ്റും ഒന്ന് നടന്ന് നോക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് അകത്ത് കയറാം. അത് ചുറ്റി നടന്ന് കണ്ടിട്ട് നമുക്ക് ഇതിനകത്ത് കയറിയാൽ മതി. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ധാരാളം സഞ്ചാരികൾ അവിടെ ഇവിടെ എല്ലാം നിന്ന് ഫോട്ടോ എടുക്കുകയും അതിൻ്റെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് സീനറിയൊക്കെ കണ്ട് ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഒരു മൂടിയ കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഒരു ഭംഗി കുറവ്. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നല്ല സ്റ്റൈലായിരുന്നു തന്നെ ഇവിടെ വരുമ്പോൾ. നമ്മൾ ഈവനിങ്ങിലാണ് ഇവിടെ വന്നത്. നമ്മൾ എല്ലോറയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇവിടെ വന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇതൊരു മങ്ങിയ കാലാവസ്ഥയായിപ്പോയത്. ഇത് നേരത്തെ നല്ല വെയിലുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനിത്. എൻ്റേതായ പണി തരങ്ങളും അതിൻ്റെ ആ ഒരു രൂപകൽപ്പനയെല്ലാം നല്ല അടിപൊളിയാണ്. ചുറ്റുവശത്തൊക്കെ നടന്നു നോക്കുമ്പോൾ 4 സൈഡും ഒരുപോലെ തോന്നും. അതേപോലെ അപ്പുറ സൈഡ് പോയി വന്ന് ഇപ്പുറ സൈഡ് വന്ന് കാണുമ്പോൾ തോന്നും അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഇപ്പുറ ഭാഗത്തെ രൂപകൽപ്പനയും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 4 വശത്തുനിന്ന് നോക്കുമ്പോൾ ഒരേപോലെ. ഇവിടുന്ന് നമുക്ക് നല്ല താഴെ ഭാഗത്തേക്ക് നല്ല സീനറികൾ കാണാം. നല്ല പിന്നെ ആ നടന്നു വരുന്ന വഴികളും സീനറികളും എല്ലാം ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാം. ഇതിൻ്റെ ആ മേൾഭാഗം കണ്ടോ, മേൾഭാഗത്തെ പിന്നെ ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ വേണ്ടി. ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒരുപോലെ തന്നെ, ഒരേ മോഡൽ, ഒരേ രീതി. അതും നല്ല ഭംഗിയായി ഈ ഭാഗത്തെല്ലാം വന്ന് കാണാം. ഈ ഭാഗത്ത് ഇപ്പുറ സൈഡൊക്കെ ഉണ്ട് സീനറികൾ നമുക്ക് കാണാം. ഇതിലേക്ക് നടന്ന് നോക്കി ഇതിൻ്റെ ചുറ്റും നടക്കാനുള്ള സൗകര്യമുണ്ട്. അത്രയും നല്ല വീതിയുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ അപ്പുറം ഇപ്പുറമൊക്കെ നടക്കാൻ കണ്ടോ. ആ ഭാഗത്ത് ഓരോ ഭാഗത്ത് വരുമ്പോഴും അതേപോലെ അപ്പുറ സൈഡ് പോലെ തന്നെ ഇപ്പുറ സൈഡ് പോലെ തന്നെ അപ്പുറ സൈഡ് അതേപോലെയാണ് ഇതിൻ്റെ എല്ലാ രൂപകൽപ്പന ചെയ്ത് വെച്ചിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഇതുപോലുള്ള ഒരുപാട് നിർമ്മിതികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ പോയി കണ്ട് ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ കാഴ്ചകളൊക്കെ എനിക്ക് കാണാനും നിങ്ങളെ കാണിച്ചു തരണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തി, നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ നടന്ന് കണ്ടു. ഇതിൻ്റെ ചുറ്റുഭാഗം എല്ലാം കണ്ടു കേട്ടു. ഇനി നമ്മൾ നേരെ അകത്ത് കയറി ബീബിക മക്ബാരേൻ്റെ അകത്ത് കയറിയിട്ട് ദിർലാസ് ബാനു ബീഗത്തിൻ്റെ ശവക്കല്ലറയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അകത്ത് കയറുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ചെരുപ്പ് ഇവിടെ ഊരിയിട്ടിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി വെണ്ണക്കൽ മാർബിളിലാണ് ഇതിൻ്റെയൊക്കെ പണി തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ട് അകത്ത് കയറി. ഇത് കണ്ടോ, ഇതാണ് ആ മക്ബാരേൻ്റെ അകത്തെ ശവകുടീരം ഉള്ളത്. അത് താഴെയാണുള്ളത്. നമ്മളിപ്പോൾ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചുറ്റുവട്ടവും നടന്നു നോക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. ഇത് കണ്ടോ താഴെ, അതാണ് ബീവിൻ്റെ ശവകുടീരം ഉള്ള സ്ഥലം. അതിൽ ധാരാളം പൈസകൾ കണ്ടോ, പൈസ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് ധാരാളം പൈസ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്നവർ വലിച്ചെറിയുന്ന താഴേക്ക്. അവിടെ അങ്ങനെ പൈസ ഇടുന്നത്, ഇവിടെ ഇങ്ങനെ പൈസ ഇടാൻ സ്ഥലമൊന്നുമില്ല, പക്ഷെ കാണുന്നവർ അതിലേക്ക് പൈസ ഇടുന്നുണ്ട്. ഇവിടെ ചുറ്റുപാട് നിന്ന് കാണുന്നവരെല്ലാം അതിനകത്ത് പൈസ ഇട്ടിട്ട് ആ പൈസ ഇതിൻ്റെ മേൽഭാഗത്തെ കാഴ്ചകൾ കണ്ടോ. ഇതാണ് മക്ബാരേൻ്റെ ഉൾവശത്തുള്ള മേൽഭാഗത്തെ കാഴ്ചകൾ. അത് നല്ല അടിപൊളിയാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ചുറ്റുവട്ടം എല്ലാം ഒരേ രീതിയിലാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്ത് നിന്നല്ല അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി താഴെ ഭാഗത്ത് വന്നപ്പോഴത്തേനും ഇരുട്ടായി തുടങ്ങി. അപ്പോഴത്തേക്കും അതിൻ്റെ ലൈറ്റുകളെല്ലാം അവിടെ ഇവിടെയെല്ലാം പ്രകാശിപ്പിച്ച് തുടങ്ങി. ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതൊരു വേറെ സ്റ്റൈലായി. പക്ഷേ ഇവിടെ കളർ ലൈറ്റെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് എപ്പോഴാണ് ഇടുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതിൻ്റെയൊക്കെ കമൻറ്റ് ചെയ്യുക. ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ആഗ്രയിൽ യമുനാ നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണക്കായി പണി കഴിപ്പിച്ചതാണിത്.
അതിൻ്റെ അതേ മാതൃകയിലാണ് ബീബി കാ മക്ബാറയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതേപോലെ അതേ ഭംഗിയിലും അതേ സ്റ്റൈലിലുമാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത്. കടന്നു വന്ന ഗേറ്റിൻ്റെ ആ ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഇനി നമ്മൾ അവിടെ വരെ എത്തി നമ്മൾ ആ ഗേറ്റ് കടന്നു വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 7 മണി 7:30 കഴിഞ്ഞു. അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങി. അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയും മറ്റുള്ള വിവിധങ്ങളായ വീഡിയോകളുമായി നിങ്ങളെ കാണിച്ചു തരാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാണാത്ത ഞങ്ങളുടെ ചാനലിലെ മറ്റു വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക. ഇതിവിടെ പുറത്ത് വന്ന് നിന്നിട്ട് അകത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ആ ഗേറ്റിൻ്റെ അകത്ത് കൂടി അകത്തെ കാഴ്ചകൾ കണ്ടോ, അത് നല്ല ഭംഗിയില്ലേ കാണാൻ. അത് നമുക്ക് സൂം ചെയ്ത് കാണിക്കുമ്പോൾ കണ്ടോ, നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് അതിൻ്റെ ഒരു കാഴ്ചകൾ. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാം ഔറംഗാബാദിലെ ബീബി മക്തബയും കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.